ഇന്ത്യൻ സൈന്യത്തിന്റെ ബലാക്കോട്ട് ആക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ സംഘർഷാവസ്ഥ. പാകിസ്ഥാൻ ഇന്ന് വ്യോമാക്രമണം നടത്തിയെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം നഷ്ടമായെന്നും ഒരു വൈമാനികനെ കാണാതായെന്നും വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാന്റെ ഒരു F-16 വിമാനം തകർത്തുകൊണ്ട് തിരിച്ചടി നൽകിയെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു. India had informed about counter-terrorism action it took yesterday against a terrorist training camp of Jaish-e-Mohammed in Pakistan, based on credible evidence that Jaish-e-Mohammed intended to launch more attacks. Against this counter-terrorism action, Pakistan has responded this morning by using its Air Force to target military installations on the Indian side. Due to our high state of readiness and alertness, Pakistan's attempts were foiled successfully. The Pakistan Air Force was detected and the Indian Air Force responded instantly. In that aerial engagement, one Pakistan Air Force fighter aircraft was shot down by a MiG-21 Bison of the Indian Air Force. The Pakistani aircraft was seen by ground forces falling from the sky on the Pakistan side. In this engagement, we have unfortunately lost one MiG-21. The pilot is missing in action. Pakistan has claimed that he is in their custody. We are ascertaining the facts. Thank you very much. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാന്റെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടു. ഇന്ത്യ വിമാനത്താവളങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിനിടെ പാകിസ്ഥാൻ പുറത്തുവിടുന്ന ചിത്രങ്ങൾ വ്യാജമാണെന്ന് ഇന്ത്യ അറിയിച്ചു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, അതിർത്തിയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും പുതുതായി നൽകുന്ന കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധ മന്ത്രാലയം എന്തൊക്കെ നടപടികളാണ് ഇതിനകം കൈക്കൊണ്ടിട്ടുള്ളത്? ഇന്നിപ്പോൾ രാവിലെ 10:05 കൂടിയാണ് സംഘർഷങ്ങൾ കലുഷിതമാക്കിക്കൊണ്ട് പാക് വിമാനങ്ങൾ ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറിയത്. ഇന്ത്യ അവകാശപ്പെടുന്നത് ഇന്ത്യൻ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പ്രതിരോധത്തിനിടയിലാണ് ഒരു MiG-21 വിമാനം നമുക്ക് നഷ്ടമാകുന്നത്. ഈ MiG-21 വിമാനത്തിലെ പൈലറ്റിനെയും കാണാനില്ല. പക്ഷെ ഈ പൈലറ്റ് പിടിയിലായി എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ വിദേശകാര്യ വക്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇയാൾ ആരാണ് എന്നതൊന്നും പറയാൻ വിദേശകാര്യ വക്താവ് തയ്യാറായിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹം വിംഗ് കമാൻഡർ കൂടിയാണ്. വിമാനത്തിന്റെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വ്യക്തിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പിടിയിലായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 2014 വരെ ഈസ്റ്റേൺ കമാൻഡിന്റെ ഹെഡായിരുന്ന എയർ മാർഷൽ എസ് വർദ്ധന്റെ മകനാണ് ഇദ്ദേഹമാണെന്നാണ് വിവരം. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ താമസിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ വസതിയിൽ ചെന്നു. പക്ഷെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മാധ്യമങ്ങൾക്ക് മുഴുവനായി അദ്ദേഹം ഇപ്പോൾ ഒരു സന്ദേശം എന്ന നിലയിൽ നൽകിയിരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ തയ്യാറല്ല, ഇതുമായി ബന്ധപ്പെട്ട് വ്യോമസേനയോടുകൂടെ തന്നെ സംസാരിക്കണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ചെന്നൈയിലെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ വസതി സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിലെ ഗേറ്റ് അടച്ചിടുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്ര സർക്കാരാകട്ടെ ഇപ്പോൾ ഈ വിംഗ് കമാൻഡർ അഭിനന്ദൻ ഭക്തയാണോ പാകിസ്ഥാൻ പിടിയിലായിരിക്കുന്നതിനെ കുറിച്ചൊന്നും വ്യക്തമായ വിവരമൊന്നും നൽകുന്നില്ല. പക്ഷെ ഒരു പൈലറ്റ് പിടിയിലായിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പാക് മാധ്യമങ്ങളാണ് പിടിയിലായ പൈലറ്റിന്റേത് എന്ന രീതിയിൽ ചില ചിത്രങ്ങൾ പുറത്തുവിടുന്നത്. എന്നാൽ നേരത്തെ പുറത്തുവിട്ട ചില ചിത്രങ്ങൾ വ്യാജമായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങളും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല. ഒരു വിമാനം തകർന്നു വീണ ദൃശ്യം എന്ന പേരിൽ 2016 സംഭവത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു ഇന്ന് രാവിലെ പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. മറ്റൊന്ന് ഒരു പൈലറ്റിന്റെ പേരിൽ പുറത്തു വന്ന
ദൃശ്യങ്ങളാകട്ടെ കഴിഞ്ഞ സൂര്യകിരൺ എയർ ഷോയ്ക്ക് ഇടയ്ക്കെടുത്ത ദൃശ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ വിംഗ് കമാൻഡർ അഭിനന്ദന്റെ പേരിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പോലും നമുക്ക് അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. ഇതിനിടയിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ പാകിസ്ഥാനിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോക ചരിത്രം പരിശോധിച്ചാൽ തെറ്റിദ്ധാരണയുടെ പേരിലാണ് യുദ്ധങ്ങളെല്ലാം ഉണ്ടാകാറുള്ളത്. ഇവിടെയും യുദ്ധമുണ്ടായാൽ അതെങ്ങനെ തീരുമെന്ന് പറയാനാകില്ല. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം കൂടുതൽ കലുഷിതമാവുകയാണെങ്കിൽ എന്റെയോ നരേന്ദ്രമോദിയുടെയോ കയ്യിൽ ഇത് നിൽക്കില്ല എന്നും ഇമ്രാൻഖാൻ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത്. 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. അത് പാകിസ്ഥാന്റെ പിടിയിലാണ്. അവർ സുരക്ഷിതമായി പാകിസ്ഥാന്റെ പക്കലുണ്ട് എന്ന് ഇമ്രാൻഖാൻ പറയുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന് വിട്ടുകിട്ടുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയോ പാകിസ്ഥാനോ പ്രതികരിച്ചിട്ടില്ല. പ്രതികരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ രാവിലെ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക പരിപാടികളൊക്കെ വെട്ടിച്ചുരുക്കി ഓഫീസിലെത്തി. തുടർന്ന് ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി സ്ഥിതിഗതികൾ പരിശോധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അർദ്ധ സൈനിക വിഭാഗത്തോട് സജ്ജരായിരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിനിടയിലാണ് വിമാനത്താവളങ്ങൾ ഇന്ത്യ അടച്ചിട്ടത്. നൽകിയതിന് ഇപ്പോൾ കേരള സംരക്ഷണ യാത്രയുടെ തെക്കൻ മേഖലാ ജാഥ എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. അവിടെ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം കോറിഡോർ വരുന്നു. ഗെയിൽ പൈപ്പ് വഴിയുള്ള ഗ്യാസ് വിതരണ പദ്ധതി കേരളത്തിലാകെ വ്യാപിക്കാൻ പോകുന്നു. ഇങ്ങനെ സംസ്ഥാന വിതരണവും ഒരിക്കലും കാണാത്ത ഒരു വികസന പന്ഥാവിൽ കൂടി കേരളം മുന്നോട്ട് പോകാൻ തുടങ്ങി. 1 ലക്ഷം പേർ ജോലി ചെയ്ത IT മേഖല 2 ലക്ഷം പേർ ജോലി ചെയ്യുന്ന മേഖലയായി വികസിക്കാൻ പോകുന്നു. നിസ്സാൻ ഉൾപ്പെടെ 60ഓളം വൻകിട കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റം ഇത് ശക്തിപ്പെടുത്താനാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. ഇത് ഓരോ നാൾ കഴിയും തോറും ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശത്രുപക്ഷം കള്ളപ്രചരണങ്ങളുമായി രംഗത്തിറങ്ങുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെയൊക്കെ നടത്തൊരു പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ചർച്ച് ആക്ട് വരാൻ പോകുന്നു എന്നാണ്. ക്രൈസ്തവ വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് പുറമെ, സഭാ നിയമങ്ങൾക്ക് പുറമെ മറ്റൊരു നിയമവും ക്രൈസ്തവ മേഖലയിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെയും ഈ പ്രചരണം നടത്തുന്നതിന് യാതൊരു അർത്ഥവുമില്ല. നിയമപരിഷ്കാര കമ്മീഷൻ ചർച്ചയ്ക്ക് വേണ്ടി ഒരു കുറിപ്പിറക്കിയത്, അഭിപ്രായം ശേഖരിച്ചത് അതിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് KT തോമസ് തന്നെ പറഞ്ഞു, ഇത് ഗവൺമെൻറ് നിർദ്ദേശമല്ല, ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കി. അതുകൊണ്ട് ഇത്തരം പ്രചാരവേല നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിയമപരിഷ്കാര കമ്മീഷൻ മുമ്പും ഇത്തരം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചപ്പോൾ നേരത്തെയുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തരം ഒരു നിയമം കേരളത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും പ്രചാരവേല ചെയ്യുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ശബരിമല വിഷയത്തിൻ്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. വിശ്വാസികൾക്കെതിരാണ് ഇടതുപക്ഷം എന്ന് പ്രചരിപ്പിച്ചു. ഇടതുപക്ഷം ഒരു വിശ്വാസിക്കും എതിരല്ല. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ എല്ലാ കാലത്തും നിലയുറപ്പിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച തീരുമാനമെടുത്തത് ഇടതുപക്ഷങ്ങളുടെ സർക്കാരല്ല, സുപ്രീം കോടതിയാണ്. ആ തീരുമാനത്തോട് വിയോജിപ്പ് ഇലക്ഷൻ കാലത്ത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. പിന്നെ തീരുമാനമെടുത്ത സുപ്രീം കോടതിയോട് എന്ത് പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ്? സർക്കാരിനാണെങ്കിൽ സുപ്രീം കോടതി തീരുമാനം നടപ്പാക്കില്ല എന്ന് പറയാൻ സർക്കാരിന് സാധിക്കുകയില്ല. മഹാരാഷ്ട്രയിൽ ഒരു ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച കോടതി ഉത്തരവ് അവിടുത്തെ സർക്കാർ നടപ്പാക്കിയല്ലോ. അവിടുത്തെ ഒരു മുസ്ലിം ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അടുത്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി അവിടുത്തെ സർക്കാർ നടപ്പാക്കിയില്ലേ? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതി വിധി നടപ്പാക്കുക മാത്രമേ വഴിയുള്ളൂ. കോടതി വിധി തെറ്റാണെന്ന് തോന്നുന്നവർ സുപ്രീം കോടതിയിൽ തന്നെ പോയി ആ തീരുമാനം തിരുത്തുകയാണ് വേണ്ടത്. ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതി വിധി വന്നിട്ടും സ്ത്രീകളെ അവിടെ കൊണ്ടുപോകാൻ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സർക്കാരിന് ഈ കാര്യത്തിൽ
സർക്കാരിൻ്റെ തീരുമാനമാണെങ്കിൽ, ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനമാണെങ്കിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകുമായിരുന്നില്ലേ? ആരും അതിനുവേണ്ടി മെനക്കെട്ടിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് പോകാം എന്നേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരെ ഒരു കലാപം സംഘടിപ്പിക്കാൻ RSSും കോൺഗ്രസും മുന്നിട്ടിറങ്ങി. ആ ശ്രമം കേരളം പരാജയപ്പെടുത്തി. ഇപ്പോൾ അത് വേണ്ടത്ര ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് വേണ്ടത്ര ചെലവാകുന്നില്ല എന്ന് വന്നപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി മറ്റൊരു പ്രചരണമാണ് മാർക്സിസ്റ്റ് അക്രമം, കമ്മ്യൂണിസ്റ്റ് അക്രമം. കാസർഗോഡ് ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. 2 കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെട്ടു. ദുഃഖകരമായൊരു സംഭവമാണ്. അത് അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. നടന്നപ്പോൾ തന്നെ CPM പറഞ്ഞു, അതിൽ CPMൻ്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർദാക്ഷിണ്യ നടപടി സ്വീകരിക്കും, യാതൊരു തരത്തിലും സംരക്ഷിക്കുകയില്ല. ആരോപണ വിധേയരായവരെ പാർട്ടി പുറത്താക്കി. കർശനമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു. ഇതൊരു പുതിയ സന്ദേശം കൊടുത്തു. കഴിഞ്ഞ ഡിസംബർ മാസം 29-നാണ് കൊല്ലത്ത് കൊട്ടാരക്കരയിൽ പവിത്രേശ്വരത്ത് CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ദേവദത്തനെ കോൺഗ്രസ്സുകാർ വെട്ടിക്കൊന്നു. CPM പറഞ്ഞു യാതൊരു എതിർ സംഭവവും ചെയ്യാൻ പാടില്ല, സമാധാനത്തിന് മുൻകൈയെടുത്തു. ഇവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ CPM അതിനെ തള്ളി പറഞ്ഞിട്ടും കോൺഗ്രസ് എടുത്ത സമീപനം തിരിച്ചടിക്കണമെന്നാണ്. അതിൻ്റെ പേരിൽ അവിടെ കടകളും വീടുകളും ആക്രമിക്കുകയും നിരവധി പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായി ആ പ്രദേശത്ത് മാത്രം. ഇത്തരത്തിലുള്ള നിലപാട് എല്ലാ ഇടതുപക്ഷം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൊലക്ക് കൊല എന്നുള്ളതല്ല ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. കേരളത്തിൽ സമാധാനം ഉണ്ടാക്കണം, അതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഇടതുപക്ഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഇവിടെ ഉണ്ടാക്കാൻ മുൻകൈയെടുക്കാനാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയാണ് സർക്കാർ അത്തരം അക്രമങ്ങൾക്കെതിരെ കർശനമായ നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ടുള്ളത്. സതുദ്ദേശപരമായ ഈ ഇടപെടലിന് പിന്തുണ കൊടുക്കുന്നതിന് പകരം ഈ സംഭവം ഉപയോഗിച്ച് ഇനി ഇടതുപക്ഷത്തെ ഇല്ലാതാക്കണം, CPMൻ്റെ ഹൃദയമെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസും BJPയുമാണ് ഈ പ്രചരണം നടത്തുന്നത്. ഏറ്റവും കൂടുതൽ അക്രമം നടത്തിയ 2 പാർട്ടികളാണ് കോൺഗ്രസും BJPയും. അതിൻ്റെ സംഭവങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അവരൊരു കാര്യം മനസ്സിലാക്കണം, അക്രമത്തെക്കുറിച്ച് കോൺഗ്രസ് ഞങ്ങൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ, RSSകാർ ഞങ്ങൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾക്കെതിരെ 4 വിരലുകളാണ് ചൂണ്ടപ്പെടുന്നത് വസ്തുത കോൺഗ്രസും BJPയും മനസ്സിലാക്കണം. ഏതായാലും കഴിഞ്ഞകാല സംഭവങ്ങളെക്കുറിച്ച് കണക്ക് തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സമാധാനം സ്ഥാപിക്കുക എന്നതിനാണ് ഇടതുപക്ഷം മുൻഗണന കൊടുക്കുന്നത്. അതാണ് ഈ ജാഥയിൽ വികസനം, സാമൂഹ്യനീതി, സമാധാനം എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചിട്ടുള്ളത്. സമാധാനപൂർവമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കി കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷം കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇതിന് ജനങ്ങളുടെ അംഗീകാരം LDFന് നൽകണം, ഗവൺമെൻറ് നൽകണം. അതിന് ശക്തമായൊരു പ്രതികരണമായി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറ്റാൻ കഴിയണം. ഇനിയുള്ള ദിവസം LDF പ്രവർത്തകന്മാർ തങ്ങളുടെ ജോലി സമയം കഴിഞ്ഞ് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയം സുനിശ്ചിതമായിരിക്കും. ഒരു ചരിത്ര വിജയം കേരളത്തിൽ LDF നേടും. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥക്ക് നൽകിയ സ്വീകരണത്തിന് ഹൃദയംഗവുമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്ന് ഇന്ത്യയും ചൈനയും റഷ്യയും സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഇന്ത്യക്കെതിരെ സൈനിക നടപടി പാടില്ലെന്ന് പാകിസ്ഥാന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇന്ത്യ നടത്തിയത് തീവ്രവാദത്തിനെതിരായ പോരാട്ടമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. മൌലാന മസൂദ് അസറിനെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിക്കാൻ ഫ്രാൻസ് പ്രമേയം കൊണ്ടുവന്നേക്കും. ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യ നടത്തിയത് തീവ്രവാദത്തിനെതിരായ പോരാട്ടം.
ഇതിനെതിരെ പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തരുത്. സ്വന്തം മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കണമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ചൈന, റഷ്യ, ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്ത്യ സൈനിക നടപടി നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം അതിർത്തി മേഖലകളിൽ തുടർച്ചയായി വെടിവെപ്പ് നടത്തി. ഷോപ്പിയാൻ മേഖലയിൽ ഗ്രാമീണരെ മറയാക്കി മിസൈലുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 5 ഇന്ത്യൻ സൈനികർക്ക് പരിക്കുപറ്റി. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ 10ഓളം പാക് സൈനിക പോസ്റ്റുകൾ തകർക്കപ്പെട്ടു. നിരവധി പാക് സൈനികർക്കും പരിക്കുപറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൌലാന മസൂദ് അസറിനെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിക്കാൻ ഫ്രാൻസ് പ്രമേയം കൊണ്ടുവന്നേക്കും. UN സുരക്ഷാ കൌൺസിൽ അധ്യക്ഷ പദവി മാർച്ച് 1 ലഭിച്ചയുടൻ പ്രമേയം കൊണ്ടുവരാനാണ് നീക്കം. ന്യൂസ് ഏജൻസിയായ PTI ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സുരക്ഷാ കൌൺസിലിൽ ഫ്രാൻസ് പ്രമേയം കൊണ്ടുവന്നാൽ ചൈനയുടെ നിലപാട് നിർണായകമാകും. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനുമായ മൌലാന മസൂദ് അസറിനെ ആഗോള ഭീകരനാക്കി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം UN സുരക്ഷാ കൌൺസിലിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രാൻസ്. നേരത്തെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UN സുരക്ഷാ കൌൺസിൽ പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നുള്ള നിലയിലാണ് ആക്രമണത്തിന്റെ സൂത്രധാരനായ അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം കൊണ്ടുവരുന്നത്. UN സുരക്ഷാ കൌൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഇക്വറ്റോറിയൽ ഗിനിയക്കാണ്. മാർച്ച് 1 സുരക്ഷാ കൌൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം ഫ്രാൻസിന് ലഭിക്കും. തൊട്ടു പിന്നാലെ ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കാനാണ് ഫ്രാൻസിന്റെ ആലോചന. ദേശീയ വാർത്താ ഏജൻസിയായ PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഫ്രാൻസ് പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ നയതന്ത്ര തലത്തിലെ ഇന്ത്യയുടെ വിജയമായി ഇത് വിലയിരുത്തപ്പെടും. നേരത്തെ ഇന്ത്യയുടെ മുൻകൈയിൽ 3 തവണ ശ്രമം നടത്തിയെങ്കിലും ചൈനയുടെ വിയോജിപ്പ് മൂലം പരാജയപ്പെടുകയായിരുന്നു. വീണ്ടും പ്രമേയം വന്നാലും ചൈനയുടെ നിലപാടാകും നിർണായകമാകുക. പുതിയ സാഹചര്യത്തിൽ ചൈനയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ അന്താരാഷ്ട്ര സമൂഹവും ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. വ്യോമാക്രമണ പ്രഖ്യാപനം പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുന്നിൽ വളരെ ശുഷ്കമാണ് പാക് പട. പാകിസ്ഥാന്റെ കൈവശമുള്ള ഫൈറ്റർ ജെറ്റുകളുടെ ഇരട്ടി എണ്ണം ഇന്ത്യയ്ക്കുണ്ട്. ആകാശ പോരാട്ടത്തിൽ എന്നും കരുത്ത് തെളിയിച്ചിട്ടുള്ള മിഗ് ശ്രേണിയിലെ 3 തലമുറകളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത്. മിറാഷ് വിമാനങ്ങളെ കൂടാതെ സുഖോയ് ഫൈറ്റർ ജെറ്റുകളെയും ഇന്ത്യ ഇന്നലെ ആക്രമണത്തിനായി പല സ്ഥലത്തും വിന്യസിച്ചിരുന്നു. കാർഗിലിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇന്ത്യക്ക് വ്യോമാക്രമണത്തിലൂടെ മറുപടി പറയുമെന്നാണ് പാകിസ്ഥാൻ വാദം. പക്ഷേ ആകാശ പോരാട്ടത്തിലും പ്രതിരോധത്തിലും ഇന്ത്യക്ക് മുമ്പിൽ ഏറ്റവും ശുഷ്കമാണ് പാക് വ്യോമപ്പടയെന്ന് അന്താരാഷ്ട്ര പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2018 ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ളത് 2185 ജെറ്റുകൾ. എന്നാൽ പാകിസ്ഥാന്റെ പക്കലാകട്ടെ 1281 എണ്ണം മാത്രം. ഇന്ത്യയുടെ പക്കലുള്ള ഫൈറ്റർ വിമാനങ്ങൾ 590, പാക്കിലാകട്ടെ 320. അറ്റാക്ക് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ 410 വിമാനങ്ങൾ മാത്രമേ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് സ്വന്തമായുള്ളൂ. അതിന്റെ ഇരട്ടി എണ്ണമായ 804 എണ്ണം ഇന്ത്യക്ക് കരുത്തായുണ്ട്. ഹെലികോപ്റ്ററുടെ എണ്ണത്തിലുമുണ്ട് വലിയ അന്തരം. 720 ഹെലികോപ്റ്ററുകൾ വ്യോമസേനയ്ക്കായി പല ഭാഗത്തും സജീവമായുള്ളപ്പോൾ 329 എണ്ണമാണ് മറുഭാഗത്ത്. MiG-21, MiG-27, MiG-29, മിറാഷ്, സുഖോയ്, Su-30, സ്പെക്ടാർ, ജഗ്വാർ എന്നിവയെ കൂടാതെ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത തേജസ് വിമാനങ്ങളും ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ്. എന്നാൽ ജെറ്റ് വിമാനങ്ങളിൽ ആദ്യത്തെ ജനറേഷനിൽ മാത്രം ഉൾപ്പെടുന്ന F-60 ഫാൽക്കൺ, JF തണ്ടർ, മിറാഷ് 3, മിറാഷ് 5 എന്നീ വിഭാഗങ്ങളിലെ വിമാനം മാത്രമാണ് പാകിസ്ഥാന്റെ പക്കലുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യ മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണ സമയത്ത് ജാഗ്രതയോടെ അതിർത്തിയിൽ സുഖോയ് വിമാനങ്ങൾ വിന്യസിച്ചിരുന്നു. ആകാശത്ത് റഡാർ സംവിധാനത്തോടെ പറന്ന് ഫാൽക്കൺ വിമാനവും അടിയന്തര സാഹചര്യത്തിൽ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാവുന്ന IL-78 വിമാനവും പിന്തുണയ്ക്കായി ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.